ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ മാസത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ പരിപാലിക്കുന്നു, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം എത്ര വലിയത് അല്ലേ പ്രിയമുള്ളവരെ. പ്രിയരെ, ദൈവത്തിൻ്റെ കൃപ ഇന്ന് നാം ജീവനോടിരിക്കുന്നത്, പ്രഭാതത്തിൽ ഉറക്കമുണരുവാൻ അല്ലേ, നമ്മുടെ ശരീരത്തിന് ബാലൻസ് തരുന്നത്, കണ്ണുകൾ തുറക്കുവാൻ ബലം തരുന്നത് എല്ലാം ദൈവമാണ്. പലപ്പോഴും നാം പലതിനെക്കുറിച്ച് ആശങ്കപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കാറുണ്ട്. എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, ഞാൻ പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്തൊക്കെ പ്രതിസന്ധി എല്ലാം വിട്ടുകൊടുക്കുക. നമ്മൾ തന്നെ ഒരുപാട് ഇങ്ങനെ മനസ്സിനകത്തിട്ട് ചിന്തിച്ച് കുഴപ്പം പിടിച്ച ചിന്തകളായി കുഴഞ്ഞു മറിയുന്ന ഒന്നുമില്ല. ഓക്കെ, ആകാശത്തിന് ഭൂമിക്ക് മേലെ എല്ലാ ജീവിതങ്ങളും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ഓരോ ദിവസത്തെയും ഫ്രൂട്ട്ഫുൾ ആക്കുക, സന്തോഷദായകമാക്കുക, ഹാപ്പി ആയിരിക്കുക. കർത്താവ് കൂടെയുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം കർത്താവിൻ്റെ വചനത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ വീഴുവാൻ ദൈവം അനുവദിക്കില്ല. വിഷമതകൾ വരട്ടെ, ഭാരങ്ങൾ വരട്ടെ, അപകടങ്ങൾ വരട്ടെ, കർത്താവ് അതിൻ്റെ പോം വഴിയൊക്കെ തരും, നമുക്ക് നീക്കുപോക്കുകൾ വരുത്തും. ഒരിക്കലും എനിക്ക് കഷ്ടത വേണ്ട എന്ന് പറയരുതേ. ഓക്കെ, കഷ്ടതയുടെ നടുവിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കാരണം കഷ്ടത കഴിഞ്ഞാൽ പിന്നെ വലിയൊരു വിജയമാണ്, ഞെരുക്കം കഴിഞ്ഞാൽ ഒരു ഉയർച്ചയാണ്. അപ്പോൾ വിശാലതയിലേക്ക് ദൈവം നമ്മെ വഴി നടത്തും. ആ നന്മകൾ ദൈവം നമുക്ക് തരും. ദൈവം അതിനായി സഹായിക്കട്ടെ. എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ദൈവം നമ്മുടെ സഹായവും പരിചയമാകുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ സന്ദർഭത്തിനായി സ്തോത്രം 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 ചെയ്യുന്നു. രക്ഷകനായ യേശുവേ, അവിടുത്തെ സ്നേഹം എത്ര വലിയത്, എത്ര ഉന്നതമായത്. കർത്താവിൻ്റെ സന്നിധിയോളം കർത്താവെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവ്, ഈ ദിനങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവർ ഭാഗ്യമുള്ളവർ. നന്ദി പിതാവ്. കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ധ്യാനത്തിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ മക്കളുടെ മേല് കർത്താവെ അവിടുത്തെ കരം വയ്ക്കണമേ, അങ്ങ് സഹായിക്കണമേ, നയിക്കണമേ. അപ്പ ശ്രദ്ധയോടെ ഒരുക്കത്തോടെ ഈ വചനം കേട്ട് ദൈവകൃപ പ്രാപിപ്പാൻ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലത്തെ ചോദ്യം ഇവർക്ക് ഓർമ്മ കാണും. ദൈവം വിശ്വസ്തയോടെ കരുതും എന്നതിൻ്റെ അടയാളം എന്നാകുന്നു ഞാൻ ചോദിച്ച ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: പ്രകാശം, ലൈറ്റ് ആകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം വരുമ്പോൾ അത് ദൈവം നമ്മെ വിശ്വസ്തയോടെ കരുതും എന്നതാണ്. ആ പ്രകാശം എന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഒടുവിൽ പറഞ്ഞു. ദ പ്രോമിസ് ഓഫ് ഗോഡ്, പ്രോമിസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുമുള്ള വാഗ്ദത്തങ്ങളാകുന്നു ആ പ്രകാശം. അപ്പോൾ പ്രകാശമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയവർ, അതുപോലെ വാഗ്ദത്തങ്ങളെന്ന് രേഖപ്പെടുത്തിയ രണ്ടും സെയിം തന്നെയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. നിങ്ങൾ ശ്രദ്ധയോടെ വചനം പഠിക്കുക. ഈ കേൾക്കുന്ന വചനങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളെ സ്പർശിച്ചാൽ, നിങ്ങളെ തൊട്ടാൽ, അത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കുള്ള വചനമാണ്. ഇതിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിരുന്നാൽ മാത്രം മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടട്ടെ. കേൾക്കുന്നവർ എവിടെയായിരുന്നാലും അവർ ദൈവകൃപ അനുഭവിക്കട്ടെ. ഇതൊരു ഗോസ്പൽ വർക്കാണ്, സുവിശേഷീകരണമാണ് അല്ലേ. മുൻപത്തെ കാലങ്ങളിൽ നമ്മൾ ട്രാക്സ് കൊടുക്കും അല്ലേ, ലഘുലേഖകൾ കൊടുത്ത് യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയാറുണ്ട്. ഇന്ന് അതിൻ്റെ സാധ്യത ഒരുപാട് കുറഞ്ഞു. ഇന്നാരും വായനാശീലമൊക്കെ വളരെ കുറവാണ്. അതിനുശേഷം നമ്മൾ ഇടക്കാലങ്ങളിലൊക്കെ പേഴ്സണൽ ഇവാഞ്ചലിസം നാം നേരിട്ട് കണ്ട് ചില ഗ്രാമങ്ങളിലാകട്ടെ ചില പട്ടണങ്ങളിലാകട്ടെ സുവിശേഷം പറയാം. പക്ഷെ ഇന്ന് ആരും കേൾക്കുവാൻ സമയമില്ല.
അതുകൊണ്ട് ഇന്ന് നമ്മൾ മീഡിയാസിലൂടെയാണ് ഈ കാലഘട്ടത്ത് സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും ഒരു സുവിശേഷനാകാം, ഒരു സുവിശേഷകയാകാം, ഒരു മിഷണറിയാകാം. കേൾക്കുന്ന വചനങ്ങൾ അത് നിങ്ങൾക്ക് ആപ്റ്റെന്ന് തോന്നിയാൽ, ഇത് ദൈവത്തിൽ നിന്നുള്ള വചനമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുക. ഒരിക്കൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതല്ല, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഈ സന്ദേശത്തിൽ എന്ന് തോന്നിയാൽ ഒരിക്കലും മറ്റൊരാളിന് നിങ്ങൾ ഷെയർ ചെയ്യരുതേ എന്നും ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം മത്തായി സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 41 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ എന്ന ധ്യാന വിഷയമാണ് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. മത്തായി സുവിശേഷം 26-39 ഞാൻ വായിക്കുന്നു. പിന്നെ യേശു അല്പം മുൻപോട്ട് ചെന്ന് കവിണ് വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിക്കുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഗത്സമനെ എന്ന അനുഭവത്തിൽ എപ്പോഴെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഗത്സമനെ എന്ന അനുഭവത്തിൽ, ആ തോട്ടത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടോ? നമുക്കറിയാം യേശുവിൻ്റെ ജീവിതം. 30 വർഷക്കാലം തൻ്റെ പിതാവിനോടും മാതാവിനോടൊപ്പം ശരാശരി ഒരു മനുഷ്യനായി ജീവിച്ച കാലഘട്ടം. 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോഴൊക്കെ ഉള്ള സംഭവങ്ങൾ നമുക്കറിയാം. തന്നിലുള്ള ദിവ്യത്വം, ശ്രേഷ്ഠത, ദൈവിക പരിജ്ഞാനം, ദൈവികതയൊക്കെ മാതാപിതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. ഗുരുക്കന്മാർ, ഉപദേഷ്ടാക്കന്മാർ തിരിച്ചറിയുന്നുണ്ട്. ശേഷം സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിച്ച കർത്താവ് 30-ാമത്തെ വയസ്സിൽ 3.5 വർഷക്കാലം കർത്താവിൻ്റെ വലിയ വേല ചെയ്യുവാനായി, തന്നെ ഏൽപ്പിച്ച ആ വലിയ ദൗത്യം ചെയ്യുവാനായിട്ട് മുൻവരുന്ന ഒരു ചിത്രം കാണുവാനായി സാധിക്കും. ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വേദനിക്കുന്ന ഉള്ളങ്ങൾക്ക് ആശ്വാസമായി അത്ഭുതങ്ങൾ, അടയാളങ്ങളിലൂടെ അനേകം പേരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ കാണുവാനായിട്ട് നമുക്ക് കഴിയും. ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത് കർത്താവിൻ്റെ എൻഡ് ലൈഫാണ്, അവസാന ജീവിതത്തെക്കുറിച്ചാണ്, അവസാന ഘട്ടമാണ്. താൻ കാണിച്ചു കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ അല്ലേ, യേശു ഗത്സമനയിൽ പ്രാർത്ഥനയ്ക്കായി ചെല്ലുകയാണ്. അന്ത്യ അത്താഴത്തിന് ശേഷം സ്തോത്രം പാടി ഒലിവുമലയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഗത്സമന എന്ന തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഗത്സമന എന്ന ഒരു തോട്ടം ഉണ്ട്. വീട്ടിന് പുറത്താകട്ടെ, വീട്ടിനുള്ളിലാകട്ടെ ഒരു ഗത്സമന തോട്ടം ഉണ്ടോ? എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം, എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഞാനത് അംഗീകരിക്കുന്നുണ്ട്, ഞാനത് പ്രൊമോട്ട് ചെയ്യാറുമുണ്ട്, എൻ്റെ പ്രസംഗങ്ങൾ പറയാറുണ്ട്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ, എപ്പോൾ ഇറ്റ്സ് എവരി മൊമെൻ്റ് ഓഫ് ടൈം യു ക്യാൻ പ്രേ ടു ജീസസ്. നിങ്ങൾക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. മൈ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങൾക്കൊരു ഗത്സമന ഉണ്ടോ? സ്ഥിരമായി നിങ്ങൾ മുട്ടുകുത്തുന്ന ഒരു ഗത്സമന തോട്ടം നിങ്ങളുടെ വീട്ടിനുള്ളിലുണ്ടോ? നിങ്ങളുടെ മുറിക്കുള്ളിലുണ്ടോ? നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം നിങ്ങളുടെ വീട്ടിനുള്ളിലുണ്ടോ? വലിയ വീടിനെ കുറിച്ചല്ല പറയുന്നത്, പ്രാർത്ഥന മുറികളെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞ് സ്പേസ്, നിങ്ങളുടെ കിടക്കമുറിയുടെ ഒരു ചെറിയ സ്പേസ് ആകാം. റെഗുലറായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം, എല്ലായ്പ്പോഴും നിരന്തരമായി നിങ്ങൾ മുട്ടുകുത്തുന്ന ഒരു സ്ഥലം, നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ വീഴ്ത്തപ്പെടുന്ന ഒരു സ്ഥലം, നിങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുന്ന സ്ഥലം, വേദപുസ്തകം മനനം ചെയ്യുന്ന ധ്യാനിക്കുന്ന സ്ഥലം,
നിങ്ങൾ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നിങ്ങൾ ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു സ്ഥലം, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സ്ഥലം. സീനായി മലയിൽ മോശ കയറിപ്പോയി, മോശയും ദൈവവും മാത്രമായിട്ടുള്ള ഒരു സ്ഥലം. ഡു യു ഹാവ്? നിങ്ങൾക്കുണ്ടോ? ചിലർക്കൊക്കെ ഇത് കേട്ടപ്പോൾ കുറ്റബോധം തോന്നുന്നു, അല്ലേ? യെസ്, പ്രിയമുള്ളവർ, തോന്നണം. ദൈവം നിങ്ങളൊരു പുതിയ പന്ഥാവിലേക്ക് നയിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കായി ഒരു ഗത്ശമനത്തോട്ടമുണ്ടാകണം. അത് നിങ്ങൾക്കൊരുപാട് പ്രയോജനം ചെയ്യും, ഒരുപാട് അനുഗ്രഹത്തെ കൊണ്ടുവരും, ഒരുപാട് ശക്തി ലഭിക്കും. തളർന്നു പോകുവാൻ അനുവദിക്കാത്ത ജീവിതത്തിൽ ഡൈവേർഷനുകൾ, വഴിത്തിരിവുകൾ ലഭ്യമാകുന്ന ഒരു ഗത്ശമനത്തോട്ടം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കായിട്ട് ഉണ്ടാകണം. ചിന്തയിലേക്ക് വരാം. ആ രാത്രിയിൽ യേശു ഗത്ശമനത്തോട്ടത്തിൽ എത്തുവാനുള്ള കാരണം എന്തായിരിക്കും, അല്ലേ? പർട്ടിക്കുലർ ആ പ്ലേസിനെ ചൂസ് ചെയ്ത് അവിടെ തന്നെ എത്തുവാനുള്ള കാരണം. ഒരുപാട് പ്രാവശ്യം നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി, അല്ലെ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ആ രാത്രിയിൽ വീണ്ടും എത്തുവാനുള്ള കാരണം എന്തായിരിക്കും? കാരണം യേശുവിൻ്റെ ഉള്ളിലൊരു തീവ്രമായ വേദന ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള ഒരു ഉൾഭയം തന്നെ ഭരിച്ചിരുന്നു. സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ്. വരാൻ പോകുന്ന അതിഭയാനകമായ കഷ്ടതകളെക്കുറിച്ചുള്ള ഒരു ഭയം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തി ചോർന്നു പോകുന്ന ഒരവസ്ഥ. നിസ്സഹായനായി, നിരാലംബനായി യേശു മാറ്റപ്പെടുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് again he went to ഗത്സമന. ആമേൻ. താൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടെയാണ് യേശു അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ഇത്രയും വിഷമതകളാണ് തന്നെ ഗത്സമനയുടെ അടുക്കൽ എത്തിച്ചത്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു പ്രാണവേദനയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ. ഇന്നലെ വരെ എനിക്കൊരു ഗത്സമനത്തോട്ടം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഗോ ദെയർ. നിങ്ങളുടെ ഗത്സമനത്തോട്ടം എവിടെയാണോ, ഏത് മുറിക്കുള്ളിലാണോ, അവിടെ നിങ്ങൾ ചെല്ലുക, അവിടെ മുട്ടുകുത്തുക, നിങ്ങളുടെ കാര്യങ്ങൾ വിഷമതൽ ഇറക്കി വയ്ക്കുക. യേശു ചെയ്തത് അതാണെന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ നമുക്കായി ഒരു ഗത്സമന, നമ്മുടെ ഓഫീസിൽ നമുക്കായി ഒരു ഗത്സമന തോട്ടം, അത് ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾക്ക് മറ്റം കുറിക്കുന്ന ഒരു സ്ഥലമാകും എന്നതിൽ സംശയമില്ല. യേശുവിനെ സംബന്ധിച്ച് ഗത്സമന തോട്ടം എന്നത്, ആ സ്ഥലം എന്നത് തൻ്റെ ഭാരങ്ങൾ ഇറക്കി വച്ച ഒരു സ്ഥലമാണ്. തൻ്റെ പിതാവിനോട് സംഭാഷിച്ച ഒരു സ്ഥലമാണ്. ചിന്താകുലം മുഴുവൻ പിതാവിൻ്റെ മേൽ ഇട്ടുകൊടുത്ത ഒരു സ്ഥലം. അവിടെ യേശു പ്രാർത്ഥിച്ചു എന്ന് നാം കാണുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ രണ്ട് നിലപാടുകൾ ഒരുമിച്ച് സംവേദിക്കുന്നത് കാണുവാൻ സാധിക്കും. രണ്ട് നിവേദനങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കപ്പെടുകയാണ്. ഒന്ന്, യേശുവിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്നതായിരുന്നു ഒന്നാമത്തെ തൻ്റെ നിവേദനം. ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് യേശു സമർപ്പിക്കുന്നത്. ഒന്ന്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? വരാൻ പോകുന്ന അനർത്ഥം, വരാൻ പോകുന്ന കഷ്ടത, അത് എന്നിൽ നിന്നും നീക്കിക്കളയണമേ, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണമേ. പച്ചയായ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന. കാരണം ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നു. ആ ആപത്തിൽ നിന്നും ദൈവമേ എന്നെ ഒഴിവാക്കണമേ. നാം ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? പരീക്ഷ എഴുതുവാൻ പോകുമ്പോൾ പരീക്ഷ ജയിക്കുവാൻ സഹായിക്കണം. വിവാഹം കഴിക്കുവാൻ പോകുമ്പോൾ
നല്ലൊരു കുടുംബജീവിതം വേണം. ജോലിക്കായി പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ജോലി വേണം. പരീക്ഷ എഴുതി കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കണം. വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അല്ലേ? ഒരു വീട് ആവശ്യമാണ്. കച്ചവടം ചെയ്യുമ്പോൾ കസ്റ്റമർ ഉണ്ടാകണം. രോഗിയാകുമ്പോൾ രോഗം മാറണം. എല്ലാ പ്രതിസന്ധികളും മാറണം. ഇത് തന്നെയാണ് നാം പ്രാർത്ഥിച്ചതുപോലെ വളരെ ലളിതമായിട്ടാണ് യേശുവും ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത്. കഴിയുമെങ്കിൽ പിതാവേ, ഈ പാനപാത്രമെങ്കിൽ നിന്ന്, ഈ കഷ്ടതയിൽ നിന്നും എന്നെ ഒഴിവാക്കി തരണമേ എന്ന പ്രാർത്ഥന. എല്ലാ കാലത്തും ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയും ക്രിസ്തുവിൻ്റെ ജീവിതമൊക്കെ നമുക്ക് മാതൃകയാണ്. അപ്പോൾ ചിലതൊക്കെ ദൈവം നമുക്ക് കാണിച്ചു തരും, ചിലതൊക്കെ നമ്മുടെ പ്രായോഗിക ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ചിലതൊക്കെ ദൈവിക പരിജ്ഞാനത്താൽ നമുക്ക് വെളിപ്പെട്ട് വരും. ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എവിടെയാണ് ചെല്ലേണ്ടുന്നത്? ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ഗത്സമന എന്ന് നാം വേർതിരിച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിനുള്ളിലെ ഒരു തോട്ടമുണ്ടല്ലോ, വീട്ടിനുള്ളിലെ ആ ഒരു സ്ഥലം, അവിടെ പോയി ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയണം. യേശുവിൻ്റെ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ചിന്ത, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ. സംതിങ് ഡിഫറെന്റ്, സംതിങ് ഡിഫറെന്റ് ദാൻ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയേക്കാൾ വ്യത്യസ്തമായി. ദാറ്റ്സ് വി കോൾ ഹിം ആസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് യേശുവിനെ നമുക്ക് ക്രിസ്തു എന്ന് വിളിക്കുന്നത്. ഇവിടെ യേശുവായിട്ടല്ല, ക്രിസ്തുവായി മാറുകയാണ്. തന്നിലെ ദിവ്യത്വം, അല്ലേ? ഒരു വ്യത്യസ്തനായി മാറുകയാണ്. ആദ്യം പറഞ്ഞു, ഒന്ന് എനിക്ക് മാറ്റിത്തരണം, ഇത് നമ്മൾ പ്രാർത്ഥിക്കും പോലെ. രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കാത്തതാണ്, അത് യേശു പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. നമ്മിലില്ലാത്ത എന്നാൽ യേശുവിലുണ്ടായിരുന്ന ഒരു സ്വഭാവമായിരുന്നു ഇത്. ദൈവമേ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങയുടെ ഹിതം നടന്നാൽ മതി. ഞാൻ എൻ്റെ ഒരു മാനുഷിക തന്മയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അല്പം മുമ്പ് പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണം. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, നോ, അങ്ങയ്ക്ക് ഹിതമുണ്ടെങ്കിൽ മാത്രം. ഐ നീഡ് യു. ആമേൻ, ഹല്ലേലൂയ. ഇതിൻ്റെ അകത്തെ ഉള്ളിലെ പൊരുളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ദൈവമേ, യേശു പിതാവിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണം. അതിനു വേണ്ടിയിട്ട് ഈ കഷ്ടത അനുഭവിക്കാൻ ഞാൻ ഒരുക്കുക. എനിക്ക് അങ്ങേ വിട്ടൊരു ജീവിതം വേണ്ട, അങ്ങയുടെ ഹിതം വിട്ടൊരു ജീവിതം വേണ്ട, അങ്ങയുടെ പദ്ധതി വിട്ടൊരു ജീവിതം വേണ്ട. ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നു ചെല്ലണമെന്ന് അവിടത്തേക്ക് നിശ്ചയമെങ്കിൽ ഞാൻ വില്ലിങ് ആണ്. പക്ഷെ എനിക്ക് നിന്നെ വേണം. ആമേൻ. എനിക്ക് നിന്നോട് കൂടെ ഇരിക്കണം, അങ്ങ് എന്നോട് കൂടെ ഇരിക്കണം. ഞാൻ എന്തും അനുഭവിക്കാൻ ഒരുക്കമാണ്, അല്ലേ? ചിലരൊക്കെ ഈ പ്രണയിക്കുന്നവർ പറയാറുണ്ട്, ഞാൻ എന്തും വേണമെന്ന് നിനക്ക് ചെയ്യാം, നീ എന്നോട് കൂടെ ഒന്ന് ഇരുന്നാൽ മതി, എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി, അല്ലേ? ബാക്കിയൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. ആ ഒരു സെയിം ആ ഒരു പിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ചോദ്യം, യേശുവിന് തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചുവോ എന്നതാണ്. യേശു പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞില്ല, ആ പ്രാർത്ഥനയിലെ രണ്ട് കാര്യങ്ങൾ, ആ സംഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ അതിൽ യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചുവോ? ഉത്തരം എന്തായിരുന്നു? നോ. NO, നോ, ഇല്ല എന്നതായിരുന്നു. അതായത് യേശു മാനുഷികമായി ആഗ്രഹിച്ചതിന് മറുപടി ലഭിച്ചില്ല. നോ എന്ന മറുപടി ലഭിച്ചു, നോ എന്നായിരുന്നു. പക്ഷേ ഈ ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് ചില നേട്ടങ്ങൾ യേശുവിന് ലഭിച്ചു. ഇതാണ് ഏറ്റവും ഇന്നത്തെ ധ്യാനത്തിൽ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഭൗതികമായ കാര്യം പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എനിക്ക് നീക്കിത്തരണം, ഒഴിവാക്കി തരണമേ. അതിന് കിട്ടിയ ആൻസർ നോ. ദാറ്റ് മീൻസ് നീ ഇത് സഹിച്ചു തന്നെ ആകണം, നീ ഇതിലൂടെ കടന്നു പോകണം. അപ്പോൾ ക്രിസ്തു ആഗ്രഹിച്ച പ്രകാരമുള്ള മറുപടിയല്ല ക്രിസ്തുവിന് ലഭിച്ചത്. രണ്ട്, ഈ പ്രാർത്ഥനയിലൂടെ ചില നേട്ടങ്ങൾ കർത്താവായ യേശുവിന് കിട്ടുകയാണ്. ഒന്ന്, യേശു തന്നെ ഒരുക്കിയെടുക്കുവാനുള്ള ഒരു ബലം കർത്താവായ യേശുവിന് ലഭിക്കുകയാണ്. ദൈവ ഇഷ്ടം ചെയ്യുവാനും ക്രൂശിലേക്ക് തന്നെ സമർപ്പിക്കുവാനുള്ള ഒരു ഒരുക്കം, അല്ലെങ്കിൽ മനസ്സിൻ്റെ നില, അത് ഒരുക്കിയെടുക്കുവാൻ കർത്താവിനെ സഹായിച്ചു
ഗത്ശമന തോട്ടത്തിലെ ആ ഒരു ദൈവവുമായുള്ള ബന്ധം. ഗത്ശമന എല്ലാ കാലത്തിലും prepare the people towards God and God's will. ഗത്ശമന തോട്ടം എല്ലായ്പ്പോഴും മനുഷ്യനെ ദൈവത്തിലേക്ക് ഒരുക്കിയെടുക്കുന്നു എന്നതാണ്. ദൈവിക പദ്ധതികളിലേക്ക്, ദൈവിക അവസരങ്ങളിലേക്ക്, ദൈവഹിതത്തിനായിട്ട് ദൈവം മനുഷ്യനെ ഒരുക്കിയെടുക്കുന്ന സ്ഥലമാണ് ഗത്ശമന തോട്ടം. മാത്രമല്ല, ഈ തോട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ദൈവഹിതം എന്നിൽ നടക്കട്ടെ എന്ന് സമർപ്പിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഗത്ശമന. യേശു പറയുകയാണ്, അങ്ങയുടെ ഹിതം എന്നിൽ നടക്കട്ടെ. അതിലേക്ക് സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു സ്ഥലം. നിങ്ങളുടെ പ്രാർത്ഥന സ്ഥലം ഈ പ്രാർത്ഥന സ്ഥലവുമായി സാമ്യമുണ്ടോ പ്രിയമുള്ളവർ? എൻ്റെയും നിങ്ങളുടെയും ഗുരുനാഥൻ രക്ഷകൻ പ്രാർത്ഥിച്ച ഗത്ശമന എന്ന തോട്ടവും നിങ്ങളുടെ പ്രാർത്ഥന സ്ഥലവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കണക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്കറിയാം. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, വളരെ എത്തിക്കലായിട്ടുള്ള ഒരു ചിന്തയാണ് പറയാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ നോക്കിയാൽ, ഈ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പുള്ള ലൈഫ് നോക്കിയാൽ ഒരുപാട് മിറക്കിൾസാണ്. ഈവൻ മരിച്ചവനെ ഉയർപ്പിക്കുന്നു, മുടന്തനെ നടക്കുമാറാക്കുന്നു, ചെകിടനെ കേൾക്കുമാറാക്കുന്നു, അന്ധനെ കാണുമാറാക്കുന്നു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു, രക്തസ്രാവം പിടിച്ച സ്ത്രീയെ സൗഖ്യമാക്കുന്നു. എന്തോരം അത്ഭുതങ്ങളാണ്. അതിനർത്ഥം യേശുക്രിസ്തുവിൽ വിഭവങ്ങൾ നിറച്ചുണ്ട്. plenty of resources within Christ. The power, God's power ക്രിസ്തുവിലുണ്ടായിരുന്നു. പക്ഷേ ഈ ശക്തി കാരണം ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറാതിരിക്കുവാൻ പാടുള്ളതല്ല. ആമേൻ. ഈ തിയറി മറന്നു പോകരുത്. എന്നിൽ വിഭവങ്ങളുണ്ട്, വിഭവങ്ങളാൽ ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതികൾ ഭൂമിയിൽ നിറവേറാതിരിക്കുവാൻ പാടുള്ളതല്ല എന്ന ഒരു തീരുമാനം ക്രിസ്തുവിൽ നമുക്ക് നോക്കിക്കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിൽ പകരപ്പെട്ടിരുന്ന അത്ഭുത ശക്തി, അധികാരം ഒരിക്കലും ദൈവഹിതം നിറവേറുന്നതിന് തടസ്സമായി തീരുവാൻ പാടുള്ളതല്ല എന്ന ചിന്ത, ആ ഒരു വലിയ മനഃശാസ്ത്ര ചിന്ത യേശുവിലുണ്ടായിരുന്നു. എന്നെ ഏറെ സന്തോഷിപ്പിച്ച, ഏറെ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് പ്രിയമുള്ളവർ. നിങ്ങൾ എത്രത്തോളം ആ ഡെപ്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. കാരണം യേശുവിൽ റിസോഴ്സ് ഉണ്ട്. കാരണം എന്തും ഓവർകം ചെയ്യുവാണ്ട ഒരു ഇൻറ്റേർണൽ സ്ട്രെങ്ത്, ഗോഡ്സ് പവർ യേശുവിലുണ്ട്, അധികാരമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഈ ക്രൂശ് മരണത്തെ ഓവർകം ചെയ്യുവാൻ, അതിനെ തരണം ചെയ്ത് ക്രൂശ് മരണം ഇല്ലാത്ത തരത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ദ ഹ്യൂമൻ ബീയിങ്. ദൈവത്തിൻ്റെയും മനുഷ്യനിടയുമുള്ള ബന്ധത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതാണ്. എനിക്കെല്ലാ വിഭവങ്ങളും ഉണ്ട്, ബട്ട് സ്റ്റിൽ I committing my life to his will and wish. ദൈവഹിതത്തിനനുസൃതമായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരനുഭവമാണ്. ലൈഫിൽ പലപ്പോഴും നമുക്കൊരുപാട് റിസോഴ്സ് ഉണ്ടാകാം, ഇൻഫ്ലുവൻസ് ഉണ്ടാകാം, ആൾസ്വാധീനമുണ്ടാകാം, വിഭവങ്ങളുണ്ടാകാം. ഇത് വെച്ച് നാം പലപ്പോഴും ചില പ്രശ്നങ്ങളെ തരണം ചെയ്യാറുണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട്. മന്ത്രിമാരെ വിളിക്കുന്നു, MLA-മാരെ വിളിക്കുന്നു, പോലീസിനെ വിളിക്കുന്നു, പരിചയത്തിലുള്ള സോക്കോൾഡ് വലിയ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവർ, ലോക്കൽ പഞ്ചായത്ത് അംഗം തുടങ്ങി ടോപ്പിലിരിക്കുന്ന IAS ഓഫീസർ, IPS ഓഫീസർ വരെ വിളിച്ച് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പ്രിയ ദൈവപൈതല, ഇതിനിടയിൽ നീയും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എന്തിനാണ് നിനക്കൊരു ഗത്ശമന തോട്ടം? അല്ലേ? എൻ്റെ ഫെയ്ത്താണ് ഞാൻ പറയുന്നത്, മൈ ഫെയ്ത്ത് അല്ലേ? കാരണം ചില ക്രൈസിസ്, ചില വിഷമതകൾ, ചില സങ്കടങ്ങൾ, ചില ദുരിതങ്ങൾ, തകർച്ചകളിലൂടെ നാം കടന്നു പോകണമെന്നത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കുമ്പോൾ, നിന്നെക്കുറിച്ചും നിൻ്റെ കുടുംബത്തെക്കുറിച്ചും നിൻ്റെ മക്കളെക്കുറിച്ചും നിൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് അപ്രകാരം പോകണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതി ഇരിക്കുമ്പോൾ, who are you to remove all God's plans?
ദൈവത്തിൻ്റെ പദ്ധതികളെ എടുത്ത് പറിച്ചു മാറ്റുവാൻ നിന്നെ ആരാണ് അധികാരപ്പെടുത്തിയത്? മാനുഷിക വിഭവങ്ങൾ കൊണ്ട്, മാനുഷിക ശക്തി കൊണ്ട്. എന്താണ്? നമ്മൾ പലപ്പോഴും അവയൊക്കെ ഓവർകം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം ഇന്ന് ഞാൻ ഈ ഒരു ക്രൈസിസിലൂടെ പോകണമെന്ന് ദൈവത്തിന് പദ്ധതി ഇട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? നോ, അത് മോശമാണ്, ഞാൻ താണു പോകും, ഞാൻ തോറ്റുപോകും, ഞാൻ പരാജയപ്പെട്ടു പോകും, ഞാൻ അപഹാസ്യനായിത്തീരും, ഞാൻ തകർക്കപ്പെടും, അതുകൊണ്ട് എങ്ങനെയും എനിക്ക് രക്ഷപ്പെടണം. ഞാൻ കുറേ ആളുകളെയൊക്കെ കൂട്ടി സെറ്റ് ചെയ്ത് ഞാൻ വേറൊരു ലെവലിലേക്ക് ഞാൻ മാറ്റപ്പെടുകയാണ്. ഞാൻ ഈ വഴിയിലൂടെ, ദൈവം എനിക്കായി ഒരുക്കിയിരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാതെ ഞാനൊരു പുതിയ വഴി എനിക്ക് വേണ്ടി ഒരുക്കി അതിലൂടെ സ്തോത്രം പറഞ്ഞ് പാടി മഹത്വപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ അപ്പുറത്ത് ചെന്നിട്ട് പറയുകയാണ്, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഓ, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹൗ യു ക്യാൻ സേ? എന്തോ അടിസ്ഥാനത്തിലാണ് നീ പാടുന്നേ? നിങ്ങൾ പാടുന്നത് ഇത്രത്തോളം ജയം തന്നത് ദൈവമാണെന്ന്. നീ നിൻ്റെ മാനുഷിക ബുദ്ധി എല്ലാ റിസോഴ്സ് നീ ഉപയോഗിച്ചു, ദൈവിക പദ്ധതിക്ക് നിന്നെ സമർപ്പിച്ചില്ല. നിന്റെ ഗുരുനാഥനായ നീ പാട്ടുപാടി മഹത്വപ്പെടുന്ന യേശുവിൻ്റെ വാക്ക് നീ ശ്രവിക്കാതെ, യേശുവിൻ്റെ പ്രാർത്ഥന നീ കേൾക്കാതെ, ഉണരാതെ നീ നിന്റെ വഴി തിരഞ്ഞെടുത്ത് ഇപ്രകാരം സഞ്ചരിച്ചവളാണ്. നിനക്കെന്ത് റൈറ്റ് ഉണ്ട് ഈ പാട്ട് പാടുവാൻ, ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ത് വലിയ തെറ്റാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില വേളകളിൽ. യേശു പ്രാർത്ഥിച്ചെന്താണ്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതിനർത്ഥം ഈ പാനപാത്രം ചുമക്കണമെന്ന്. അങ്ങയ്ക്ക് ഹിതമാണെങ്കിൽ ഞാൻ എന്നെ അതിലേക്കായി സമർപ്പിക്കുകയാണ്, ഞാൻ ഒരുക്കമാണ്. അതിനെതിരായി ഞാൻ എന്നിനുള്ളിൽ അങ്ങ് തന്നിരിക്കുന്ന ശക്തിയെയോ അധികാരത്തെയോ നെവർ ഞാൻ യൂസ് ചെയ്യുകയില്ല. ആമേൻ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും നാം നിരാശപ്പെടാറുണ്ട്. പക്ഷേ യേശുവിന് നിരാശ തോന്നിയില്ല. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ യേശുവിന് നിരാശ തോന്നിയില്ല. പക്ഷെ നമുക്ക് നിരാശ തോന്നുന്നുണ്ട്. ഓയ്, കാരണം യേശുവിൻ്റെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. യേശുവിൻ്റെ പ്രാർത്ഥന സംതിങ് ഡിഫറെൻറ്റ്, ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. ഒരു സ്പെഷ്യാലിറ്റി അതിലുണ്ടായിരുന്നു, വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് യേശു നിരാശപ്പെട്ടില്ല. Whatever may be happy, okay, I am ready to face. ബട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പോയി എന്താണ് ബെൻഡ് ചെയ്ത് നിൽക്കുകയോ, ഞാൻ അധികാരത്തിൽ പോയി എന്നെ ഒരു പ്രാവശ്യത്തേക്ക് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുവാനോ, നെവർ. അവിടെ വെല്ലുവിളിക്കുവാനോ ചലഞ്ച് ചെയ്യുവാനോ പോയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് പ്രിയമുള്ളവരെ, യേശു ആരെയും ചലഞ്ച് ചെയ്യാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്, ഈ ഒരു ക്രൂശ് മരണത്തിന് രക്ഷപ്പെടുവാൻ അന്ന് തന്നെ ഒന്ന് പിലാത്തോസിൻ്റെ മുമ്പിലും കയ്യഫാവ് ഹന്നാവിടെ മുമ്പിലൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന, ദയവായിട്ട് ഒരവസരം കൂടെ എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ശിഷ്യന്മാരോട്, എനിക്ക് ഇനി കുറച്ചു കാലം കൂടെ ദൈവത്തിൻ്റെ വേല ചെയ്യണം, ഞാൻ ജീവനോട് ഇരുന്നാലേ പറ്റത്തുള്ളൂ, അല്ലേ, കുറച്ച് കാലം കൂടെ ചെയ്യണം. അതുകൊണ്ട് അവരുടെ മുമ്പിൽ ചെന്ന് എൻ്റെ നട്ടലിനെ വണങ്ങി അവരുടെ പാദങ്ങളെ ഒന്ന് തൊട്ട് അവരെ കുമ്പിട്ട് ഈ ജീവിതത്തിൽ എനിക്ക് തുടരാം. ചാൻസ് ഉണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ടായിരുന്നു, അവസരങ്ങളുണ്ടായിരുന്നു. ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് എനിക്കാരെയും ഭയമില്ല, അല്ലേ? അലറുന്ന കടലിനെയും കാറ്റിനെയും ശാസിക്കുവാൻ കഴിഞ്ഞെങ്കിൽ, മരിച്ച് അടക്കം ചെയ്ത് 4 ദിവസം നാറ്റം വെച്ച ലാസർ ഉയർപ്പിക്കാൻ കഴിഞ്ഞ ശക്തി എന്നിലുണ്ട്. 5 അപ്പം 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ച ശക്തി എന്നിലുണ്ട്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ശക്തി എന്നിലുണ്ട്. ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ ലൈക്ക്. സി, ഇതാണ് യേശു നമ്മുടെ വ്യത്യാസം. യേശു അതെല്ലാം വിടുകയാണ്. യുവർ വിൽ ആൻഡ് വിഷ്. എനിക്ക് വിഭവങ്ങളുള്ളപ്പോഴും എന്നിൽ സ്വാധീനത ഉള്ളപ്പോഴും അതിനെ ഞാൻ മാറ്റിവെച്ച്, അതിനൊരു മൂടുപടമിട്ട് ഞാൻ മാറ്റിവെച്ച്, ഒരു കറുത്ത തുണി കൊണ്ട് ഞാൻ മറച്ച്, അത് ഞാൻ നോക്കാൻ പാടില്ല, മറ്റാരും അത് കാണുവാൻ പാടില്ല, മാറ്റിവെച്ചിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ ഹിതത്തിനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മരിക്കേണ്ടി വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ ഹിതം, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യും. നമുക്ക് പറയുവാൻ കഴിയുമോ? മരിക്കേണ്ടി വന്നാലും എന്നെ വിളിച്ചവൻ്റെ, എന്നെ തിരഞ്ഞെടുത്തവൻ്റെ, അമ്മയുടെ ഗർഭം തുടങ്ങി എന്നെ ഉരുവാക്കിയവൻ്റെ ഹിതം ഞാൻ ചെയ്യും, പ്രവർത്തിക്കും.
എന്നായാലും ഒരു മരണമുണ്ട് പ്രിയമുള്ളവരെ. അത് 20 വർഷം കഴിഞ്ഞാലും 30 വർഷം കഴിഞ്ഞാലും. പക്ഷേ ഞാൻ പറയുന്നത് മരമൊന്നുമല്ല, ദൈവഭാഗത്ത് നിൽക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊരർത്ഥമുണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊരർത്ഥമുണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥന വ്യത്യസ്തമായിരിക്കണം. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് പ്രിയമുള്ളവരെ. നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അത് ദൈവഹിതമായിരിക്കട്ടെ. പ്രാർത്ഥനയിലെ ലക്ഷ്യം അത് ദൈവഹിതമായിരിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശു തൻ്റെ ഭാരം ഇറക്കി വച്ച സ്ഥലത്തിൻ്റെ പേര് എന്താണ്? യേശു തൻ്റെ ഭാരം ഇറക്കി വെച്ച സ്ഥലത്തിൻ്റെ പേര് എന്താണ്? ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ കഷ്ടതയോ തുൻപമോ വേദനയോ പരാജയമോ വിജയമോ സന്തോഷമോ എന്തുമാകട്ടെ, ദൈവഹിതത്തിനനുസൃതമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ അവിടുത്തെ പ്രാർത്ഥന ജീവിതം ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. സ്തോത്രം. ഒരു പുതിയ ആത്മീക സത്യം ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യേശുവല്ലാതെ ഒരു രക്ഷകൻ ഞങ്ങൾക്കില്ല. യേശുവല്ലാതെ ഒരു ഇടയൻ ഞങ്ങൾക്കില്ല. അങ്ങാകുന്നു ഞങ്ങളുടെ സർവസ്വം, അങ്ങാകുന്നു ഞങ്ങളുടെ ശക്തി, അങ്ങാകുന്നു ഞങ്ങളുടെ ബലം, കോട്ട, ആശ്രയം. സ്തോത്രം പിതാവേ. ദൈവത്തിൻ്റെ ആത്മാവേ, അവിടെ ഞങ്ങളോട് കൂടെ ഇരിക്കണം, ഞങ്ങളെ സഹായിക്കണം. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കണമേ കർത്താവ്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഈ ദിനങ്ങളിൽ ഞങ്ങളുടെ മേൽ ചൊരിയുമാറണമെന്ന് പ്രാർത്ഥിക്കണം. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, ശക്തീകരിക്കണം, ആത്മബലം നൽകണമേ കർത്താവ്. കർത്താവിൻ്റെ ജീവിതം പോലെ ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ സർവേശ്വരനായ ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. സുഖബല ദീർഘായുസ് നൽകണമേ, ശക്തി വരണമേ, ബലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം ചെയ്ത് ദൈവേഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ഞങ്ങൾ യാത്ര ചെയ്യട്ടെ. ആത്മബലത്തോടെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ശ്രവിച്ച എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ ചൊരിയുമാറാകണം. ഈ ചാനലിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന യുവ സഹോദരങ്ങൾക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണം. ഈ വചനം ഏവർക്കും ബ്ലെസ്സിംഗ് ആയി മാറുവാൻ കർത്താവ് സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യും. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങൾ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളിൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം നന്മ സമാധാന സന്തോഷം നാം ഇവരോടും ഇന്നും ഒന്നും സർവദാ സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ലക്ഷ്യമാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. കർത്താവിനെ പോലെ പ്രാർത്ഥിപ്പാനും കർത്താവിനെ പോലെ ജീവിപ്പാനും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും അതിലൂടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.